ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല മഴയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴക്കോളും കാര്യങ്ങളായിട്ടായി നിൽക്കുകയായിരുന്നു. പിന്നെ മഴ പെയ്തു. മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വൈകുന്നേരമായപ്പോൾ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. ഇന്ന് ഇലയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇലയപ്പം എന്നൊക്കെ പറയില്ലേ അത്. പിന്നെ മുന്തിരി ജ്യൂസ് രാവിലെ തന്നെ തിളപ്പിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല കൊഴുപ്പാണ്. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് ജ്യൂസ് അടിച്ചു. പിന്നെ ഇലപ്പം ഉമ്മ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കാണുമ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഞാൻ മുന്തിരി ജ്യൂസ് അടിച്ചിട്ട് നന്നായിട്ട് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ നല്ല പുരയൊക്കെ അല്ലേ, അപ്പോൾ അത് പോവാനായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റി വെക്കാം. ഞാനതിൽ ഐസും കട്ടയോ തണുത്ത വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ, അത് കാരണം ഫ്രീസറിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം നോമ്പൊക്കെ തുറക്കാനായാൽ നമുക്കത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടും. പിന്നെ ഞാനിപ്പോൾ അതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല, പഞ്ചസാര കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ പോയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് കൊണ്ടുവന്നിട്ട് അതിലോട്ട് ഇടണം. ഞാൻ ഫ്രീസറിലോട്ടാണ് വെക്കുന്നത് കേട്ടോ. പിന്നെ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്, നോമ്പ് കഞ്ഞി. പൊടിയരിയൊക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഇലയപ്പം വേവിക്കാനായിട്ട് അടുപ്പിലോട്ട് മാറ്റിയിട്ടുമുണ്ട്. ഈ കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം കലക്കണം, ചെറുനാരങ്ങ. അപ്പം അതിനായിട്ട് ഞാൻ ചെറുനാരങ്ങയും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഇട്ടിട്ടില്ല. അത് വന്നിട്ട് വേണം ഇടാനായിട്ട്. അത് മാറ്റി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു. പിന്നെ കുറച്ച് ഫ്രൂട്ട് റെഡിയാക്കാൻ വിചാരിച്ചു. തണ്ണിമത്തനാണ്, അത് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. പിന്നെ മുന്തിരി, അതുപോലെ ഓറഞ്ച് എല്ലാം കട്ട് ചെയ്തിട്ട് പാത്രത്തിലോട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ടൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഫ്രൂട്ട്സ്. പിന്നെ നമുക്കൊന്ന് വീടിന് അടുത്തൊരു ഉത്സവം നടക്കുന്നുണ്ട്. നോമ്പ് തുറ കഴിഞ്ഞതിന് ശേഷമാണ് അത് വരിക. അത് നമുക്ക് ലാസ്റ്റ് കാണാം. ഇത് ഓറഞ്ച് ആണെന്നും പറയില്ല, മുസംബി ആണെന്നും പറയില്ല. പ്രത്യേക തരം ഒരു ഓറഞ്ച് ആണ്. പിന്നെ നമ്മുടെ ഇലയപ്പം വെന്തോ നോക്കി ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പം തീ ഓഫ് ചെയ്തു. പിന്നെ മെയിനായിട്ട് കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കണം. അപ്പം അതിനായിട്ട് ഒരു ഗ്ലാസ് പാലും, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഓൾറെഡി മറ്റേ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് തിരി ഉണ്ടാക്കുന്നേ ഉള്ളൂ. അതിലോട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അടപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലോട്ട് വെന്ത് കഴിഞ്ഞാൽ ഉള്ളി മല്ലിച്ചപ്പ് മുളകൊക്കെ നെയ്യിൽ വാട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അതിലെടുക്കുന്ന പഞ്ചസാര കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റി കരിക്കഞ്ഞി താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലൊരു ഉന്മേഷവും ഉഷാറും ഒക്കെയാണ്. ഇച്ചിരി കട്ടി കൂടുതലായിരുന്നു, അപ്പോൾ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മീൻകറി അടുപ്പത്ത് കിടക്കുന്നുണ്ട്. ചായക്ക് വെള്ളം വെച്ചു. നമ്മുടെ നോമ്പ് തുറ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴവും അതുപോലെ തന്നെ തണ്ണിമത്തൻ, മുന്തിരി ജ്യൂസ്, ചായ ഇതുണ്ട്. നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഒരാഗ്രഹം, ഒരു ഷവർമ്മ കഴിക്കാനായിട്ട്. അങ്ങനെ കന വിളിച്ച് പറഞ്ഞ് ഒരു ഷവർമ്മ കൊടുന്നൊന്നല്ല, 2-3 കൊടുന്നു. കുട്ടികൾക്ക് ജ്യൂസും ഷവായി ഒക്കെ കൂടെ കൊടുന്നു. അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉത്സവം പോകുന്നത് കണ്ടത്.